ഹയോൾ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അപ്പോൾ കസിനാണ്. അപ്പോൾ ഇവളുടെ കല്യാണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന കണക്ക് ഇവളുടെ മുഖം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരു ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥയത്. ഓക്കെ, അപ്പോൾ ഓരോ ഇതും നമ്മൾ കാണിക്കുന്നതായിരിക്കും. കുരുപ്പിനെ വൃത്തിയാക്കലിലോട്ട് പോവാം. അതെ, ഞങ്ങൾ ഇവളുടെ മോന്തെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വന്നതാ. ഫസ്റ്റ് തന്നെ ഫെയിൽ ആയിട്ടുണ്ട്, 3G ആയിട്ടുണ്ട് പറഞ്ഞു. അതെ, മുഖത്ത് നോക്കി ആദ്യം തന്നെ 3G എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വലിയ കാര്യത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാളിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. സെക്കൻഡ് സ്പോട്ടിലോട്ട് പോകാം നമുക്ക്. അതെ, ആമിന നിനക്ക് ഭയങ്കര ഐശ്വര്യം കേട്ടോ. നീ വരുന്നെന്ന് നേരത്തെ അറിഞ്ഞെന്നു തോന്നുന്നു. ഗൈസ്, ഞങ്ങൾ അലൗഡ് അല്ല ഇവിടെ, ലേഡീസ് ഉള്ള ആയതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞു. ഞങ്ങളെ പുറത്താക്കി ഗൈസ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ രണ്ടാമത്തെ അറ്റംപ്റ്റിന് പാളിയിരിക്കുകയാണ്. ഞങ്ങളൊരു ഇൻട്രോ എടുത്തതേ ഉള്ളൂ, ഒരു ഇൻട്രോ. അതെ, അതിനിറങ്ങി പോകാൻ പറഞ്ഞതാണ്. ചേച്ചി പറഞ്ഞു ഒന്നെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ഇവന്മാരുടെ അടുത്ത് ഇറങ്ങി പോകാറുണ്ട്. ഇവൻ അലപ്പനി ഞാൻ ഇൻട്രോ എടുത്തതേ ഉള്ളു. ഒരു മര്യാദ വേണ്ടടാ ബിലാല്. അത് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പറഞ്ഞു ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടെങ്കിൽ. അതെ, എന്നിട്ട് നമ്മൾ കേറി ചെന്നപ്പോ അവര് പറയാം ലേഡീസ് ഒള്ളിയാണ്. അതെ, ചേച്ചി വലിയ കാര്യത്തെ എല്ലാം മിക്സ് ചെയ്തോണ്ടൊക്കെ വന്നേ. ഞാൻ പറഞ്ഞു പാടി നോക്കാം. അല്ല, അത് കുഴപ്പമില്ല. ലേഡീസ് ഓൺലി ആണെങ്കിൽ അത് നമ്മൾ അല്ല, അത് നമ്മളൊന്നും ചെയ്തില്ല. മാന്യമായിട്ട് ഇവൾ ആ ഡോറിട്ട് കുലുക്കി. അവര് പറഞ്ഞ് ഡോർ ലോക്കഡാണ്, കുലിക്കലെന്ന് പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു ഇങ്ങനൊരു ചള്ളു. അത് ഞങ്ങളുടെ തലയിലാണ്. അപ്പൊ ചേച്ചിയുടെ കണ്ണില് ഞങ്ങള് രണ്ടുപേരും, ആൺപിള്ളേർ രണ്ടുപേരും കുരുത്തം കെട്ടവന്മാരെന്നുള്ള ഒരു സ്കീമായിരുന്നു. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു ഇവന്മാരുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ പോയിട്ട് അപ്പൊ ഇനി മൂന്നാമത്തെ അറ്റംപ്റ്റിലേക്ക് പോകണം. മൂന്നാമത്തെ പ്ലേസ് നോക്കുകയാണ്. 2 പാളി, മൂന്നാമത്തതിനകത്ത് റെഡി ആവും നമുക്ക് നോക്കണം. അതെ, അപ്പൊ ഗൈസ്, അങ്ങനെ മൂന്നാമത്തെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കട കണ്ടെത്തിയിരിക്കുകയാണ്. ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ അവസ്ഥ എന്താവും അറിയില്ല. ഇറക്കി വിടുവോ അതോ നമ്മളായിട്ട് ഇറങ്ങി വരുവോ? അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പുറത്തല്ലായിരുന്നു ഇവിടെ ഏത് ഈ സാധനം കാണുന്നത് മാറിപ്പോയതാവും. ഏതൊക്കെയോ റൂമിലോട്ട് കയറി പോവാതെ. പിലാലെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതെ ബിലാലെ, ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ അവിടുന്ന് ഇറക്കി വിട്ടത് എന്തിനാണെന്ന് അറിയാലോ. നമ്മൾ ഒന്ന് ഇൻട്രോ എടുത്തതേ. അതെ, മര്യാദ കീപ്പ് ചെയ്യുക. നമ്മൾ ഇൻട്രോ എടുക്കുമ്പോൾ ഇച്ചിരി സൗണ്ടിൽ ഇൻട്രോ എടുക്കണം. നമ്മൾ ഹലോ ഗൈസ് ഇങ്ങനെ പറയില്ലേ, അതിനെ അവരെ ഇറക്കി വിട്ടേ. നീ ചേച്ചിയാണെങ്കിൽ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഇറക്കി.
അവരുടെ രഹസ്യ റൂം അത്. നമ്മളെ പോലുള്ള ഫോട്ടോ വെച്ചേക്കുന്നത് ഇവനെ പോലുള്ളവന്മാരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും ഇറക്കി വിടും. ആദ്യം ഇറക്കി വിടാൻ പോയി ഇങ്ങനെ എന്തെങ്കിലും അവിടെ കൊണ്ട് കാണിക്കുമെന്ന് മോളെ അകത്ത് കയറിയിരിക്കണോ അതോ പുറത്തിരുന്നാൽ മതിയോ? അകത്ത് കയറിയിരിക്കുമ്പോൾ അവന്മാരെന്തെങ്കിലും ചെയ്ത് കളയോ? മണവാട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? അവന്മാരെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരെ മണവാട്ടിയുടെ ഫസ്റ്റ് 2 അറ്റംപ്റ്റ് ഫെയിലായിരുന്നു. അപ്പോൾ നമ്മൾ 3-4 സ്ഥലത്ത് വന്നേക്കുക ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ചേച്ചി പാവമാണ്, ഒന്ന് ചിരിയൊക്കെ ഉണ്ട്, നല്ല ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സ് ഉണ്ട്. മിക്കവാറും ഇവിടുന്ന് പറയൂടും. പക്ഷെ AC കൊണ്ട് നമുക്ക് ചൂടെടുക്കുന്നില്ല. ഞാനോ? ഇങ്ങനെ ഇട്ടിട്ട് കല്യാണത്തിൽ ഇതെന്താ ചെക്കൻ ഇങ്ങനെ എടി നീ ഇങ്ങനെ കളർ ചെയ്തു വേണ്ടേ? അല്ലാ പക്ഷെ വന്നേക്കുന്നത് റെഡിയാ. ഇത് കൊള്ളാം ഈ സൈഡ്. ഏതാ നോക്കട്ടെ, അതിനാ ലുക്കും കൂടി വേണം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവരെ അവിടെ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അവിടെ കുറച്ച് പണിയുണ്ട്, പറമ്പിലും പിന്നെ നമുക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പണിയുണ്ട്. പോത്തിന് കാറ്റ് നമുക്ക് നമ്മുടെ കല്യാണത്തിന് വേണ്ടി നിർത്തിയേക്കുന്ന പോത്ത്, അതിന് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കണം. പറമ്പിൽ പോയി പുല്ലി എത്തണം, കാട് കരക്കി അതിന് കൊടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഓക്കെ, അങ്ങനത്തെ പരിപാടികളെല്ലാം ഞങ്ങൾക്കാണ്. പിന്നെ അത് ഇങ്ങനെയുള്ള ഇവൾമാരെയും കൊണ്ട് എന്താ പറയാ, വൃത്തിയാക്കൽ പരിപാടി വരെ ഞങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. പറമ്പ് വൃത്തിയാക്കണം, അവരെ വൃത്തിയാക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോൾ അവരുടെ പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്കും വിളിക്കും. അപ്പോൾ പോയി നമുക്ക് നോക്കാം അവളെ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ, അല്ലെ ഒരു സിറ്റിങ്ങും കൂടി എടുക്കണം. അതെ, അടുത്ത കടയോ അല്ലെങ്കിൽ അടുത്ത കടയിൽ പോകേണ്ടി വരും. എന്നിട്ട് ആയില്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത്രയും ആവത്തുള്ളൂ, ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റൂല പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, അടുത്ത കാര്യങ്ങളൊക്കെ കാണിക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോത്തിന് തീറ്റയൊക്കെ കൊടുത്തു. അപ്പോൾ തിരിച്ച് അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്, പോകുന്ന വഴിയാണ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഏത് പരിണാമ ഇതേപോലെ നമുക്കും കൊണ്ടുപോയി ചെയ്താലോ, ഫേഷ്യലൊക്കെ ചെയ്ത് നമുക്ക് 3 ദിവസം മുമ്പ് ചെയ്യാം. 3 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ചെയ്താൽ പോരെ? 2 ദിവസം മുമ്പ് എങ്ങനെ അതിൻ്റെ വകുപ്പെന്ന് അറിയണമല്ലോ. എങ്ങാണ് എന്തെങ്കിലുമൊക്കെ പൊങ്ങി മുഖത്ത് എന്തെങ്കിലും പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് താഴെ കുറച്ച് സമയം വേണ്ടേ? ഓ, ഇനിയിപ്പോൾ എന്ത് കാണാൻ, ആര് കാണാനല്ലേ? ഇതൊക്കെ മതി, നമുക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇഷ്ടം. മുഖം നല്ലപോലെ കഴുകിക്കൊണ്ട് കല്യാണത്തിന്. അതെ, നമുക്കതൊക്കെ മതി. പെൺപിള്ളേർക്കല്ലേ ആവശ്യമില്ലാത്ത മേക്കപ്പ് അത് ഇതൊക്കെ. എന്തോ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ. പ്രസവിക്കാൻ പോകുന്നവർക്ക് ഇത്ര കഴിയില്ല. ഈ ബ്ലേഡ് ഇട്ട് അങ്ങ് വഴിച്ചോടി ചേച്ചി. ഞാൻ പറഞ്ഞ ഒരു നൂല് വെച്ച് ഞാൻ ചെയ്തു തരാം. പെണ്ണിന്റെ ചേട്ടത്തിയും കയറിയിരിക്കുകയാണ്. ആ വരട്ടം കൊട്ട്. കൈയൊന്നും ഇല്ല, നീ ഇവിടെ പിടിച്ചാ മതി. കുഴപ്പമില്ല, മതി. വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചോ, ചേച്ചിക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ കല്യാണ പെണ്ണ് ഫ്രണ്ടിലോട്ട് ഇറങ്ങി. കൊള്ളാവോ? എങ്ങനുണ്ട് ബ്യൂട്ടീഷ്യൻ? എടാ, നമ്മളെ കാരണത്ത് പോയപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ചില്ലേ, അങ്ങോട്ട് പറഞ്ഞുകൂടെ? ഇനിയിപ്പോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് പല പ്രതിസന്ധി. എടീ, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇല്ല, കൊള്ളാം. സുന്ദരിയാണ്. പൊന്നും കൂടത്തെ എന്തിനാ പൊട്ട്, അതാണ് എല്ലാരും എന്നെ കുറിച്ച് പറയുന്നത്. ചുമ്മാ അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് സ്വപ്നാസ് ബ്യൂട്ടി കെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഹരിപ്പാട് തന്നെയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് 2 കയറി
കയറിയപ്പോൾ ഒരിടത്ത് സമയം കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ സ്ഥാപനത്തിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര ഒരു മോശം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയറാണ് അവർ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അടുത്ത് കാണിച്ചത്. കാരണം നമ്മൾ വലിയ രീതിയിലുള്ള അലമ്പോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാൽ കൂടി അവർ നമ്മുടെ അടുത്ത് നിന്നൊരു ആറ്റിറ്റ്യൂഡ്, അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു സ്കീം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മൂന്നാമത്തെ ഒരു ഷോപ്പാണ് ഇത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഇത്രയൊക്കെ അലമ്പ് കാണിച്ചിട്ട് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടായിരുന്നവർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ചിരിച്ചും കളിച്ചും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഹാപ്പിയാക്കി തന്നെയാണ് നമുക്ക് നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. എനിക്ക് മേക്കപ്പിൻ്റെ വലിയ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ കൂടെ ഉള്ളവർക്കും എനിക്കും നല്ല രീതിയിൽ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്വപ്നാസ് ബ്യൂട്ടി കെയർ? നൈസായിരുന്നു. ചേച്ചി ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ത്രെഡ് ചെയ്തത്. സർവീസൊക്കെ അടിപൊളിയാണ്. ഞാൻ ത്രെഡ് ചെയ്ത് മാത്രമേ ചെയ്തോളൂ. ഞാൻ ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്തത്. ഞാനും ഫസ്റ്റ് ടൈം. അപ്പോൾ ഗൈസ്, നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടിന്യൂസ് വ്ളോഗായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ കല്യാണപ്പെണ്ണിനെ വൃത്തിയാക്കിയെടുക്കുന്ന കല്യാണപ്പെണ്ണിൻ്റെ മുഖം വൃത്തിയാക്കിയെടുക്കുന്ന ഒരു പരിപാടി ആയിരുന്നു. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അവിടെ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഒരു ഷോപ്പിൽ പോയി, അവിടെ കഴിയാറായിട്ടുണ്ടായി, സമയം കഴിഞ്ഞിട്ടുണ്ടായി. രണ്ടാമത്തെ ഷോപ്പിൽ പോയി, അവിടെ ഞങ്ങളെ ഇറക്കി വിട്ടു. അപ്പോൾ അവർ നമ്മളെ കുറച്ച് എന്താ പറയുക, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംസാരമൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഈ മുഖത്ത് വെക്കാനുള്ള മസാലയൊക്കെ കലക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മളവിടുന്ന് സ്കൂട്ടായി. പിന്നെന്തായാലും ഇപ്പോൾ മൂന്നാമത്തെ വന്നു, അടിപൊളി സർവീസ്. നമ്മളവിടെ കിടന്ന് പല അലമ്പ് കാണിച്ചിട്ടും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണ് സ്വപ്നാസ് ബ്യൂട്ടി ഓക്കെ, അടിപൊളിയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഹരിപ്പാട് ഭാഗങ്ങളിലുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ ഹരിപ്പാട് KFCയുടെ ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ഇനിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിനി ഒരു 7-8 ദിവസത്തോളം ഉണ്ട് കല്യാണത്തിനായിട്ട്. അപ്പോൾ ഓരോ ദിവസത്തിലും നമ്മുടെ ആക്ടിവിറ്റീസ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ ഇഷ്ടപ്പെടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. അപ്പോൾ എന്തായാലും ബൈ. നമുക്ക് വീട്ടിൽ പോകാം. ബൈ കൂടെ. ഓക്കെ, ബൈ. ബൈ.